ഫോട്ടോഗ്രാഫിക്സിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യ വീഡിയോ നിങ്ങളെല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. വളരെ നല്ല റെസ്പോൺസാണ് അതിൽ നിന്ന് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്റെ ആദ്യത്തെ വീഡിയോ കാണാത്തവർക്ക് അതിന്റെ ലിങ്ക് ഞാൻ എന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, എല്ലാവരും കാണണം. അതുപോലെ ആ വീഡിയോ കണ്ടതിന് ശേഷം പല സുഹൃത്തുക്കളും വിളിച്ച് ചില നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും എന്റെ വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങളുടെ സുഹൃത്തുക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം. പലരും ചോദിച്ചു ക്യാമറ റോ ആണോ അതുപോലെ ലൈറ്റ് റൂം ആണോ ഗ്രേഡ് ചെയ്യാൻ ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ട്. ഞാൻ രണ്ടും നല്ലതാണെന്ന് മാത്രമേ പറയുള്ളൂ. കാരണം രണ്ടിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. ലൈറ്റ് റൂമിനെ പറ്റി പറഞ്ഞാൽ ലൈറ്റ് റൂം കളർ ഗ്രേഡിങ്ങിന് മാത്രമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ലൈറ്റ് റൂം. ആപ്ലിക്കേഷൻ എന്ന നിലയിൽ വളരെയധികം ഫെസിലിറ്റീസ് അതിനുണ്ട്. നമ്മൾ അതിൽ ഉപയോഗിക്കുന്നതിലെ ഒരു പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രയാസം എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ ഫോട്ടോസ് നമ്മൾ ലൈറ്റ് റൂമിൽ ഓപ്പൺ ചെയ്യണം, കളർ ഗ്രേഡ് ചെയ്യണം, അല്ലെങ്കിൽ എന്താണോ എഡിറ്റിംഗ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എഡിറ്റിംഗ് ചെയ്യണം. ചെയ്തതിനു ശേഷം അത് എക്സ്പോർട്ട് ചെയ്യണം, വീണ്ടും അത് നമ്മൾ ഫോട്ടോഷോപ്പിൽ കൊണ്ടുവരണം. അങ്ങനെയൊക്കെ ചില പ്രയാസങ്ങൾ മാത്രമേ ഉള്ളൂ. ക്യാമറ റോൾ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഒരു ഫിൽറ്റർ ആയിട്ട് അല്ലെങ്കിൽ പ്ലഗിൻ സോഫ്റ്റ്വെയർ ആയിട്ട് നമുക്ക് ഫോട്ടോഷോപ്പിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഫോട്ടോഷോപ്പ് നമ്മൾ ഫോട്ടോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് കളർ ഗ്രേഡ് ചെയ്യും. അതിൽ തന്നെ നമ്മൾ ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ഫോട്ടോ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഡെസ്ക്ടോപ്പിലേക്ക് തന്നെ ഓപ്പൺ ആയി വരികയും ചെയ്യും. ഇന്റർഫേസിന്റെ ഒരു വ്യത്യാസം അത് മാത്രമേ ഉള്ളൂ. ലൈറ്റ് റൂമിൽ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ക്യാമറ റോ സോഫ്റ്റ്വെയറിൽ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ക്യാമറ റോ പ്രത്യേകമായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന റോ ഫോട്ടോസ് ഇല്ല, റോ ഫയൽസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അവിടെ ഒരു ഡ്രോ ബാക്സ് ഉള്ളതെന്ന് വെച്ചാൽ റോ ഫോട്ടോസ് നമ്മൾ ക്യാമറ റോ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഫെസിലിറ്റീസ് അല്ലെങ്കിൽ കൂടുതൽ ഓപ്ഷനുകൾ നമുക്ക് ക്യാമറ റോയിൽ ലഭിക്കും. എന്നാൽ JPEG ഫോട്ടോസ് ആണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ഓപ്ഷനുകൾ കുറവാണ് എന്ന് മാത്രമേ ഒരു വ്യത്യാസം ഇതിനകത്ത് പറയാനുള്ളൂ. ഇതാണ് അതിന് മറുപടിയായിട്ട് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ഇതിന്റെ ക്യാമറ റോ ഗ്രേഡിങ്ങിന്റെ രണ്ടാം ഭാഗത്തിലേക്ക് കിടക്കും. നമ്മൾ ഈ ഫോട്ടോ ഉപയോഗിച്ച് നമ്മൾ ക്യാമറയുടെ അടുത്ത ഓപ്ഷനായ കർവ് ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഈ ഫോട്ടോ എഡിറ്റ് ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. ക്യാമറ റോയിൽ കർവ് പാനലിലേക്ക് വന്നാൽ പ്രധാനമായിട്ടും കാണുന്ന രണ്ട് കർവുകളാണ്. ഒന്ന് പാരാമെട്രിക് കർവ്, പോയിന്റ് കർവ്. ഇത് രണ്ടുമാണ് നമ്മളെ ലൈറ്റ് അല്ലെങ്കിൽ അതിന്റെ കോൺട്രാസ്റ്റ് എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രണ്ട് ടാബുകൾ. പിന്നെ ഇവിടെ കാണുന്നത് റെഡ്, ഗ്രീൻ, ബ്ലൂ ചാനലുകളാണ്. അതായത് നമുക്ക് ഈ ഫോട്ടോസ് റെഡ് ചാനൽ ഉപയോഗിച്ചും ഗ്രീൻ ചാനൽ ഉപയോഗിച്ചും ബ്ലൂ ചാനൽ ഉപയോഗിച്ചും നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. ഇതിനാണ് ഇവിടെ ഈ മൂന്ന് കളറ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കറിയാം ഫോട്ടോസും ഇമേജസും എല്ലാം ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഈ ബേസിക് കളറായിട്ടുള്ള ഈ മൂന്ന് കളർ ഉപയോഗിച്ചാണ്. അതുകൊണ്ടാണ് ഈ മൂന്ന് കളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫോട്ടോസ് ഗ്രേഡ് ചെയ്യാം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം എന്ന് പറയുന്നത്. ഇതിന് പ്രധാനമായിട്ടും 5 ഭാഗങ്ങളാണ് ഈ കർവിനുള്ളത്. ഏറ്റവും താഴെ കാണുന്ന ഇത് അതിന്റെ ബ്ലാക്ക് പോയിന്റ് ആണ്. ഇവിടെ വരുന്നത് ഇത് ഷാഡോ, ഇത് മിഡ്ടോൺ, ഹൈലൈറ്റ്സ്. ഏറ്റവും മുകളിലേക്ക് പോകുമ്പോൾ അതിന്റെ വൈറ്റ് പോയിന്റ് ആണ്. ഇതാണ് കർവിന്റെ പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകത. നമ്മൾ ഒരു ഫോട്ടോ കർവിൽ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളത് ബേസിക് പാനലിൽ അതിന്റെ ലൈറ്റ് എഡിറ്റ് ചെയ്തതിനു ശേഷമാണ് നമ്മൾ കർവിലേക്ക് വരുന്നത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടതാണ്. ബേസിക് പാനലിൽ നമ്മൾ ലൈറ്റാണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ കർവിൽ വരുമ്പോൾ നമ്മൾ ആ ലൈറ്റിനെ ഒന്ന് സോഫ്റ്റ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ കർവ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ അതിന്റെ കോൺട്രാസ്റ്റ് അല്പം സോഫ്റ്റ് ആക്കണമെങ്കിൽ നമ്മൾ കർവ് ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്ന് നമുക്ക് ഈ ചാനലുകൾ ഉപയോഗിച്ച് നമ്മുടെ ഫോട്ടോസ് കളർ ആഡ് ചെയ്യാനും അതുപോലെ കളർ കുറയ്ക്കാനും നമുക്ക് കഴിയും. ഇതാണ് കർവിനെ കുറിച്ച് പൊതുവായിട്ട് പറയാനുള്ള കാര്യം. പാരാമെട്രിക് കർവിലേക്ക് വന്നാൽ 4 സ്ലൈഡറാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫോട്ടോസിന്റെ ലൈറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ഹൈലൈറ്റ്സിന്റെ ഈ ഒരു സ്ലൈഡർ നമ്മൾ അല്പം റൈറ്റിലേക്ക് മാറ്റുകയാണെങ്കിൽ നമുക്കിവിടെ ഈ കർവ് അതിന്റെ മാറ്റം വരുന്നത് കാണാം. നമ്മളിവിടെ ഹൈലൈറ്റ്സ് അല്പം കൂട്ടുകയാണെങ്കിൽ ഇവിടെ ഈ കർവ് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാം. ലൈറ്റ്സ് നമുക്ക് അല്പം കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഈ കർവ് താഴേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നമ്മളതിന്റെ ലൈറ്റ്സ് ആണ് എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ ലൈറ്റ് കുറയ്ക്കണമെന്ന് തോന്നിയാൽ ഈ ലൈറ്റ് അല്പം സ്മൂത്ത് ആകുന്നതാണ്. ഇവിടെ നമ്മൾ ലൈറ്റ് കുറയുകയല്ല ചെയ്യുന്നത്, ആ ലൈറ്റ് അല്പം സ്മൂത്ത് ആകുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മളിവിടെ ഹൈലൈറ്റ്സ് കൂട്ടുമ്പോഴും അതുപോലെ തന്നെയാണ്. നമ്മളിവിടെ ലൈറ്റ് കയറുകയല്ല ചെയ്യുന്നത്, ഈ ലൈറ്റ് അല്പം സോഫ്റ്റ് ആവുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ബേസിക് പാനലിലെ നമ്മൾ ഹൈലൈറ്റ്സ് അതുപോലെ തന്നെ കർവിലെ ഈ ഹൈലൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം. ലൈറ്റും അതുപോലെ തന്നെയാണ്. നമുക്ക് ലൈറ്റ് കൂട്ടണമെങ്കിൽ അല്പം കൂട്ടാം, കുറയ്ക്കണമെങ്കിൽ ആ ലൈറ്റ് കുറച്ചുകൂടെ സോഫ്റ്റ് ആകുന്നതായിട്ട് നമുക്ക് കാണാം. ഇത് രണ്ടും അതിന്റെ കോൺട്രാസ്റ്റിന്റെ എഡിറ്റിംഗ് ആണ്. ഇവിടെ ഡാർക്ക്നെസ് ഇങ്ങോട്ട് പുറകോട്ടേക്ക് മാറ്റുകയാണെങ്കിൽ അതിന്റെ ഡാർക്ക്നെസ് കുറച്ച് സ്മൂത്ത് ആകുന്നതായിട്ട് നമുക്ക് കാണാം. ബ്ലാക്ക് കൂടുതൽ അവിടേക്ക് വരികയും അതുപോലെ തന്നെ അത് കോൺട്രാസ്റ്റ് അല്പം സ്മൂത്ത് ആകുന്നതാണ്. ഈ ഡാർക്ക് നമ്മളിവിടെ കുറയ്ക്കുമ്പോൾ ഈ ഷാഡോ ഏരിയയിലേക്ക് കൂടുതൽ ബ്ലാക്ക് വരിക, അത് കൂടുതൽ സോഫ്റ്റ് ആകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഷാഡോസ് കൂട്ടണമെങ്കിൽ നമുക്ക് ഇവിടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ അതിന്റെ കോൺട്രാസ്റ്റ് മാറുക, അവിടെ കൂടുതൽ ലൈറ്റ് കയറുന്നത് കാണാൻ കഴിയും.
ഷാഡോസ് കുറയ്ക്കുമ്പോൾ അത് കൂടുതൽ സ്മൂത്ത് ആകുന്നതായിട്ട് നമുക്ക് കാണാം. ഇതാണ് സാധാരണഗതിയിൽ നമ്മൾ ഈ പാരാമെട്രിക് കർവ് ഉപയോഗിച്ചിട്ടുള്ള എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതിന്റെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ബേസിക്കലി നമ്മൾ ലൈറ്റ് ഫോട്ടോസിന് വേണ്ട ലൈറ്റുകളൊക്കെ കൊടുക്കുന്നു. അത് കർവിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ആ കൊടുക്കുന്ന എക്സ്പോഷറും ഹൈലൈറ്റ്സും കുറച്ചുകൂടെ സോഫ്റ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് പാരാമെട്രിക് കർവ് ഉപയോഗിച്ചിട്ടുള്ള എഡിറ്റിംഗ്. ഇപ്പോൾ നമ്മൾ ഈ സ്ലൈഡറുകളാണ് ഇവിടെ മാറ്റിയതെങ്കിൽ നമുക്ക് അല്ലാതെ ഇവിടെ ഈ കർവ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്കിത് ഇപ്പോൾ നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്യാൻ കഴിയും. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഡോട്ട് ഇടാനൊന്നും കഴിയില്ല. ഈ പാരാമെട്രിക് കർവിന്റെ പ്രത്യേകത നമുക്ക് ഇവിടെ ഡോട്ട് ഒന്നും ഇടാൻ കഴിയത്തില്ല. ഹൈലൈറ്റ്സിൽ ചിലപ്പോൾ ലൈറ്റ് കയറണമെങ്കിൽ നമ്മളിത് നേരെ മുകളിലേക്കും താഴേക്കും മാത്രമേ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ കഴിയത്തുള്ളൂ. അതാണ് ഈ പാരാമെട്രിക് കർവിന്റെ ഒരു പ്രത്യേകത. ഹൈലൈറ്റ്സ് നമുക്ക് അല്പം മുകളിലേക്ക് എത്തി. അതിന്റെ മിഡ്-ടോൺ അതുപോലെ അതിന്റെ ഷാഡോസ് നമ്മൾ അല്പം കുറച്ചു. അതിന്റെ ബ്ലാക്ക് പോയിന്റ് അല്പം കൂടെ ഡെപ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കൊടുക്കാൻ കഴിയും. ഇപ്പൊ ഇവിടെ അതിന്റെ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ കർവിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന എഫക്റ്റുകളൊക്കെ ഇവിടെ വന്നിരിക്കുന്നത് കാണുകയും ചെയ്യും. ഒന്നെങ്കിൽ സ്ലൈഡർ ഉപയോഗിച്ചിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഈ കർവിൽ തന്നെ അത് ഈ കർവ് മുകളിലേക്കും താഴേക്കും മാറ്റിക്കൊണ്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. ഇതിന്റെ അടുത്ത ഭാഗം എന്ന് പറഞ്ഞാൽ പോയിന്റ് കർവാണ്. ഈ പോയിന്റ് കർവ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഫോട്ടോഷോപ്പിൽ നമ്മൾ കർവ് സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്നത് ഒരു ഫോട്ടോയുടെ ഓവറോൾ ആയിട്ടുള്ള ബ്രൈറ്റ്നസ് കൂട്ടാനും അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് കുറയ്ക്കാനുമാണ് നമ്മൾ കർവ് പൊതുവായിട്ട് ഉപയോഗിക്കാറുള്ളത്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഫോട്ടോസിന് ഓവറോൾ ആയിട്ടൊരു ബ്രൈറ്റ്നസ് കൊടുക്കാനും അത് കുറയ്ക്കാനും സാധിക്കുന്നതാണ്. ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ ഇവിടെ പോയിന്റ് ഇട്ട് നമ്മൾ ഈ കർവ് നമ്മൾ ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ സംഭവിക്കുന്നത് നമ്മൾ ഓവറോൾ ആയിട്ട് കളർ കൊടുക്കുമ്പോൾ അത് മറ്റുള്ള ഭാഗത്തേക്കും ആ ഒരു എഫക്ട് വരാൻ സാധ്യതയുണ്ട്. ഹൈലൈറ്റ്സിലും അതുപോലെ തന്നെ അതിന്റെ ഷാഡോസിലും ഈ ലൈറ്റ്നസ് കയറുന്നതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. അത് നമ്മൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ആദ്യമേ നമ്മൾ ഇത് ലോക്ക് ചെയ്യുക. അതിന്റെ മിഡ്-ടോണും ഹൈലൈറ്റ്സും അതുപോലെ അതിന്റെ ഷാഡോസും നമ്മൾ ലോക്ക് ചെയ്യുക. ലോക്ക് ചെയ്തതിനു ശേഷം നമുക്കിപ്പോ അതിന്റെ മിഡ്-ടോണിലാണ് നമുക്ക് അതിന്റെ ലൈറ്റ്നസ് കുറയ്ക്കേണ്ടത് അല്ലെങ്കിൽ കളർ കറക്ഷൻ ചെയ്യേണ്ടതെന്ന് തോന്നിയാൽ നമ്മൾ ആ മിഡ്-ടോൺ മാത്രം താഴേക്ക് അല്പം മാറ്റുക. അപ്പൊ ഫേസിൽ ഹൈലൈറ്റ്സ് ആയിട്ടുള്ള ഏരിയ ആ ലൈറ്റ് കൂടിയ ഏരിയ അല്പം നന്നായിട്ട് കാണാൻ പറ്റും. അതിന്റെ ഹൈലൈറ്റ്സിൽ മാത്രമായിട്ട് നമുക്ക് ഇവിടെ ബ്രൈറ്റ്നസ് കൂട്ടാം കുറയ്ക്കാം. ഇപ്പോൾ തന്നെ അതിന്റെ മിഡ്-ടോണിലോ അതിന്റെ ഷാഡോസിലോ അത് ബാധിക്കാതെ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും. ഇപ്പൊ മിഡ്-ടോണിൽ മാത്രമായിട്ടാണെങ്കിൽ നമുക്ക് മിഡ്-ടോണിൽ കുറയ്ക്കാം, അല്ലെങ്കിൽ മിഡ്-ടോണിൽ അല്പം ലൈറ്റ്നസ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടാം. ഇവിടെ ബ്ലാക്ക് പോയിന്റ് നമ്മൾ അല്പം മുകളിലേക്ക് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു ചെറിയ എഫക്ട് വരുന്നതായിട്ട് കാണാം, ഒരു ഫോഗി എഫക്ട് വരുന്നതായിട്ട് കാണാം. നമ്മൾ സാധാരണ കളർ ഗ്രേഡ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റൈലാണ് ഈ ഒരു എഫക്ട്. നമ്മൾ ഫോട്ടോസ് കുറച്ചുകൂടെ ഒരു നല്ലൊരു ഫീലിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ നമുക്ക് എപ്പോൾ അതിന്റെ മിഡ്-ടോൺ അല്പം കൂട്ടണമെന്ന് വിചാരിക്കും. അതുപോലെ തന്നെ അതിന്റെ ഷാഡോ ഏരിയ അല്പം താഴേക്ക് കൊണ്ടുവരാം, ഹൈലൈറ്റ്സ് അല്പം കൂട്ടാം. അതുപോലെ തന്നെ അതിന്റെ വൈറ്റ് ഏരിയ നമുക്ക് അല്പം കുറയ്ക്കണമെന്ന്, വൈറ്റ് അത്രയും ആ ഫോട്ടോസിന് വൈറ്റ് അത്രയും വേണ്ട എന്ന് തോന്നിയാൽ അതിന്റെ വൈറ്റ് അല്പം താഴേക്ക് കുറയ്ക്കും. ഇപ്പോൾ ഇതൊരു എസ് ഷേപ്പിലേക്ക് ഈ ഒരു കർവ് വന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എസ് കർവ് എന്നാണ് പറയുന്നത്. സാധാരണ നമ്മൾ കളർ ഗ്രേഡിംഗ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സെറ്റിംഗ്സ് ആണ് ഈ എസ് കർവ് എന്ന് പറയുന്ന സെറ്റിംഗ്സ്. ഈ എസ് കർവ് ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോസ് ഒരു സ്റ്റാൻഡേർഡ് കളർ കറക്ഷൻ ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിനകത്ത് മറ്റൊരു പ്രത്യേകത, നമ്മൾ ഇവിടെ ഈ ബ്ലാക്ക് പോയിന്റിലും അതുപോലെ അതിന്റെ ഷാഡോ ഏരിയയും നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫോട്ടോസിൽ കൂടുതൽ ഡെപ്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ ഈ ഫോട്ടോസിലെ ഈ ഡെപ്ത് ആയിക്കൊണ്ടിരിക്കുന്ന ഭാഗങ്ങളിലേക്ക് കളറിന്റെ ഇന്റൻസിറ്റി കൂടുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പൊ ഈ ഡെപ്ത് കൂടിയ ഭാഗങ്ങളിൽ അല്ലെങ്കിൽ ഈ ഷാഡോസും ബ്ലാക്കും കൂടുന്ന ഇടങ്ങളിൽ കളർ കൂടുകയാണെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാം. കളർ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. നേരെ കുറയ്ക്കണം എന്നുള്ളത് നമ്മൾ നോക്കുക, അതിന്റെ നാച്ചുറൽ ഫീലിംഗ് നഷ്ടപ്പെടാതെ കളർ കുറയ്ക്കുക. മറ്റൊന്ന് ഇതിനകത്ത് ഉള്ളത് 3 പ്രീസെറ്റുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ലീനിയർ, മീഡിയം, സ്ട്രോങ്. അപ്പൊ ഇത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ പ്രീസെറ്റ് ആയിട്ട് ഉപയോഗിക്കും. ഇപ്പം മീഡിയം കോൺട്രാസ്റ്റ് നമുക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് അല്പം എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഇത് വീണ്ടും എഡിറ്റ് ചെയ്യാം. അപ്പൊ എനിക്ക് തോന്നി ഇവിടെ ഇതിന്റെ ഹൈലൈറ്റ്സ് ഇത്രയും വേണ്ടെന്ന് തോന്നിയാൽ ഇപ്പം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം. അതുപോലെ അതിന്റെ ഷാഡോസ് അത്രയും വേണ്ട എന്ന് തോന്നിയാൽ ആ ഷാഡോസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യും. മറ്റൊന്ന് ഒരു പ്രീസെറ്റ് ആണ് സ്ട്രോങ് കോൺട്രാസ്റ്റ്. അപ്പൊ കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് വേണ്ട ഫോട്ടോസ് ആണെങ്കിൽ നമുക്ക് ഈ സ്ട്രോങ് കോൺട്രാസ്റ്റ് കൊടുക്കാം. അതിനുശേഷം വീണ്ടും എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും എഡിറ്റ് ചെയ്യാം. ഈ പോയിന്റ് കർവ് ഉപയോഗിച്ചിട്ട് ഇത്രയൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ കഴിയുന്നത്. മറ്റൊന്ന് ഈ 3 ചാനൽ ഉപയോഗിച്ച് നമ്മൾ ഈ ഫോട്ടോ എങ്ങനെ കളർ കറക്ഷൻ ചെയ്യാം, കളർ ഗ്രേഡ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ ഈ ഫോട്ടോസ് നമുക്ക് ഇതിന്റെ റെഡ് ചാനൽ ഉപയോഗിച്ച് എങ്ങനെ എഡിറ്റ് ചെയ്യാമെന്ന് നോക്കാം. അവിടെയും നമ്മൾ ആദ്യമേ അതിന്റെ ഷാഡോസിൽ ആ മുടിയുടെ ഏരിയയിലേക്ക് അല്പം റെഡ് കൊണ്ടുവരണം എന്ന് തോന്നിയാൽ ഷാഡോസ് നമുക്ക് അല്പം മുകളിലേക്ക് കൊണ്ടുവരാം. അതുപോലെ തന്നെ അതിന്റെ ബ്ലാക്ക് ആയിട്ടുള്ള ഏരിയയിലേക്ക് കൂടുതൽ റെഡ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അല്പം ഉയർത്തിയാണ്. ഇനി ഇവിടെ ഈ ഫോട്ടോസിന്റെ ഈ ഏരിയയിലൊക്കെ അല്പം സിയാൻ കിടപ്പുണ്ട്, ഡാർക്ക് ഏരിയ ആണ്. നമുക്കിവിടെ ഈ റെഡ് വേണ്ട, അതിന് പകരമായിട്ട് എനിക്ക് ഇവിടെ സിയാനാണ് വേണ്ടതെങ്കിൽ ഇതിന്റെ ആ ഡാർക്ക് ഏരിയയിലേക്ക് ഷാഡോ ഏരിയയിലേക്ക് കൂടുതൽ താഴേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ സിയാൻ കൂടുതലായിട്ട് കയറുന്നതാണ്. സാധാരണ ഫോട്ടോഷോപ്പിൽ കളർ ചെയ്യുമ്പോഴൊക്കെ നമ്മൾ
ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ റെഡ് കൂടുതലുള്ള ഫോട്ടോസിന് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് കളറായിട്ടുള്ള സിയാനാണ് നമ്മൾ കൊടുക്കാറ്, ആ റെഡ് കുറയ്ക്കുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഗ്രീൻ ആണ് ഉപയോഗിക്കുന്നത്. ഗ്രീനിന്റെ ഓപ്പോസിറ്റ് കളർ എന്ന് പറയുന്നത് മജന്തയാണ്. ഗ്രീൻ കൂടുതലായിട്ടുള്ള ഫോട്ടോസിൽ നമ്മൾ മജന്ത ആഡ് ചെയ്യുമ്പോൾ ആ ഗ്രീൻ അല്പം കുറയുന്ന. അതുപോലെ തന്നെയാണ് ഇവിടെ ആ ഒരു സെറ്റിംഗ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്ലൂ കളർ കൂടുതലുള്ള ഫോട്ടോസ് ആണെങ്കിൽ നമുക്കത് ബ്ലൂവിൽ നിന്ന് യെലോയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് അതിന്റെ കൂടുതൽ എഡിറ്റിംഗിലേക്ക് പോകണമെങ്കിൽ വീണ്ടും നമ്മളിവിടെ ലോക്ക് ചെയ്യാം. ലോക്ക് ചെയ്തതിനു ശേഷം അതിന്റെ ഹൈലൈറ്റ്സിലേക്ക് അല്പം ബ്ലൂ കൊണ്ടുവന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ബ്ലൂ മുകളിലേക്ക് കൊണ്ടുവരിക. അതിന്റെ ഷാഡോ ഏരിയയിൽ ബ്ലൂ കൊണ്ടുവന്നുണ്ടെങ്കിൽ അല്പം മുകളിലേക്ക് കൊണ്ടുവരിക. ഇങ്ങനെയാണ് ഈ ചാനൽ ഉപയോഗിച്ച് നമ്മൾ ഫോട്ടോസിലേക്ക് കളർ ആഡ് ചെയ്യുന്നത്. ഇത് മറ്റൊരു രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഇവിടെ വേറൊരു ടാബ് കാണുന്നുണ്ട്, പോയിന്റ് കർവ് ടാർഗറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടൂൾ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ടൂളുണ്ട്. ഇത് നമുക്കിവിടെ ഈ പോയിന്റുകൾ ഇടാതെ തന്നെ നമ്മുടെ ഈ ഫോട്ടോസിൽ തന്നെ നമുക്ക് ഈ കളറുകളെ ഈ ചാനൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. ഇവിടെ ഈ ഫോട്ടോസിൽ ഇപ്പോൾ ഒരു ബ്ലൂ കളർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബ്ലൂ കളർ എനിക്ക് വേണ്ട, ബ്ലൂ കളർ എനിക്ക് അത്രയും വേണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ബ്ലൂ കളർ എവിടെയാണോ കിടക്കുന്നത് ആ ഏരിയയിൽ ഇത് കൊണ്ടുവെക്കുക. അതിനുശേഷം അതിന് ഓപ്പോസിറ്റ് സൈഡിലേക്ക് യെലോയിലേക്ക് നമ്മൾ അല്പം ഈ സ്ലൈഡർ ഇങ്ങോട്ട് മാറ്റുകയാണെങ്കിൽ ആ ബ്ലൂ മാറി അവിടെ യെല്ലോ കയറുന്നതായിട്ട് കാണാൻ കഴിയും. ഇനിയിപ്പോൾ നമ്മൾ ഇവിടെ ഈ റെഡ് കളർ അല്പം കുറയ്ക്കണമെന്ന് തോന്നിയാൽ നമുക്കിവിടെ ഈ ടാർഗറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടൂൾ എടുത്തിട്ട് റെഡിന്റെ ഓപ്പോസിറ്റ് നമ്മൾ സിയാനിലേക്ക് അത് അല്പം ഉണ്ട്. ഇവിടെ നമുക്ക് അല്പം യെല്ലോ കളർ ഉണ്ട്. ഈ യെല്ലോ കളർ അല്പം എക്സ്പോസ് ചെയ്യണമെന്ന് തോന്നിയാൽ യെല്ലോയിൽ പ്രസ് ചെയ്തതിനു ശേഷം നമുക്ക് യെല്ലോ കൂടുതലുള്ള ഭാഗത്തേക്ക് ആ സ്ലൈഡർ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ടാർഗറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫോട്ടോസ് കളർ കറക്ഷൻ ചെയ്യുന്നത്. ഈ ടാർഗറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഫോട്ടോസ് ഇങ്ങനെ കളർ കറക്ഷൻ ചെയ്യാം അല്ലെങ്കിൽ കളർ ഗ്രേഡ് ചെയ്യാമെന്ന് നോക്കാം. അതിനാദ്യമായിട്ട് നമ്മൾ ഈ ടാർഗറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടൂളിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഏത് കളറാണോ ഗ്രേഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൂട്ടുകയാണ് കുറയ്ക്കേണ്ടത് എന്ന് നമ്മൾ നോക്കുക. ഇപ്പൊ ഇവിടെ എനിക്ക് ബ്ലൂ ആണ് ഇവിടെ കുറയ്ക്കേണ്ടതെന്ന് തോന്നിയാൽ ഞാൻ ബ്ലൂ ചാനൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഈ ബ്ലൂ കുറയ്ക്കേണ്ടതുകൊണ്ട് നമ്മൾ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഈ യെലോയിലേക്ക് നമ്മൾ ഈ സ്ലൈഡർ ചെറുതായിട്ട് നീക്കുക, ചെറുതായിട്ട് പിടിക്കുക. അപ്പോൾ ആ ബ്ലൂ കുറഞ്ഞിട്ട് അവിടെ അല്പം യെല്ലോ കയറുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പൊ ഇവിടെ ഈ യെല്ലോ അല്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ യെല്ലോ കളർ ക്ലിക്ക് ചെയ്തതിനു ശേഷം അല്പം യെല്ലോ കൂട്ടുക. ആ ഫോട്ടോസിലേക്ക് അല്പം യെല്ലോ കൂടുന്നതായിട്ട് കാണാൻ കഴിയും. ഇവിടെ ഈ ഡ്രസ്സിൽ അല്പം റെഡ് കാണുന്നുണ്ട്. റെഡ് നമുക്കൊന്ന് കൂട്ടണമെന്ന് വിചാരിക്കുക. അപ്പൊ നമ്മൾ റെഡ് ചാനലിലേക്ക് വരിക. എന്നിട്ട് ആ റെഡ് ക്ലിക്ക് ചെയ്തതിനു ശേഷം ആ അല്പം റെഡിലേക്ക് ചെറുതായിട്ട് മാറ്റാൻ ശ്രമിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഈ ടാർഗറ്റ് അഡ്ജസ്റ്റ്മെന്റ് ടൂൾ ഉപയോഗിച്ചിട്ട് ഫോട്ടോസ് കറക്ഷൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഈ കർവിനെ കുറിച്ച് പൊതുവായിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ എന്റെ വീഡിയോ അല്പം ലെങ്തി ആയിപ്പോയെന്ന് പലരും കമന്റ് ചെയ്തുകൊണ്ട് കർവിന്റെ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവരും എന്റെ വീഡിയോ കാണണം. ഫോട്ടോഷോപ്പ് അല്പമായിട്ട് അറിയുന്ന എല്ലാവരും കളർ ഗ്രേഡിംഗ് പഠിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ ഇത് ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും പ്രയോജനപ്പെടണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. കമ്പ്യൂട്ടറുള്ള അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് അല്പമായിട്ട് അറിയുന്ന ആർക്കും കളർ ഗ്രേഡിംഗ് മനസ്സിലാവുന്ന നിലയിലാണ് ഞാനിത് ട്യൂട്ടോറിയൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ കമന്റ് ചെയ്യുക, നിർദ്ദേശങ്ങൾ പറയുക, കൂടുതൽ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ.